പിഷാരടി ഉദ്ദേശിച്ചതും ലിസ്റ്റിന് ഉദ്ദേശിച്ചതും രണ്ടിനുണ്ടായി. പിഷാരടി പറഞ്ഞത് വേറെയും ലിസ്റ്റിൻ പറഞ്ഞത് വേറെ. ലിസ്റ്റിൻ ഒരു സിനിമ ഒരു ആക്ടറെ കുറിച്ച് പറയുന്നവിടെ തൻ്റെ സിനിമ ആദ്യം എടുക്കും പ്രീമിയർ ആയിരുന്നു, പിന്നീട് സെക്കൻഡ് ഹാൻഡ് ആയിപ്പോയി, അതിന് പോലും 5 പൈസ കിട്ടിയില്ല. അങ്ങനെ ലിസ്റ്റിൻ പറയുമ്പോൾ ആ ഒരു നടനുണ്ടാകുന്ന വേദന അല്ലെങ്കിൽ ആ സിനിമയെ ബന്ധപ്പെട്ടവർക്കെല്ലാം ഒരു വേദന ഉണ്ടാകുന്ന നിലയിലേക്ക് ലിസ്റ്റിൻ്റെ മറുപടി എനിക്ക് പേഴ്സണൽ തോന്നി. നിങ്ങൾക്ക് തോന്നിയോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ലിസ്റ്റിനൊരു ഉദാഹരണം പറഞ്ഞതാണ്. ലിസ്റ്റിനൊരു ഉദാഹരണം പറയുന്നു, ഞാനൊരു ഉദാഹരണം പറഞ്ഞു, ലിസ്റ്റിനൊരു സിനിമ വെച്ചിട്ടൊരു ഉദാഹരണം പറഞ്ഞു എന്നുള്ളത് തന്നെ ഉള്ളൂ അതിനകത്ത്. ഞാൻ പറഞ്ഞ എന്താണ്, ഒരു പ്രീമിയം കാർ അല്ല, പ്രീമിയം കാർ വേണ്ടത് നിങ്ങൾ സാധാരണ കാർ മേടിക്കാൻ പോക്കോ. ഞാൻ വില കൂടുതലാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കൂടുതൽ വില പ്രീമിയം കാറുകൾക്കാണല്ലോ. അപ്പൊ അതിന് അവര് നിശ്ചയിക്കുന്ന വിലയ്ക്ക് നമുക്കിത് മേടിക്കാൻ പറ്റുള്ളൂ. അവര് പറയുന്ന വിലയ്ക്ക് നമുക്ക് കിട്ടുള്ളൂ. നമ്മൾ വേറെ ഒന്നും പറഞ്ഞിട്ട് കിട്ടൂല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഈ സെക്കൻഡ് ഹാൻഡ് വിൽപ്പന എന്ന് പറയുന്നത് വേറെ കാര്യമാണ്. ഞാൻ ആദ്യം മേടിക്കുന്ന സ്പോട്ടിൽ നിന്നിട്ടാണ് പറഞ്ഞത്. സെക്കൻഡ് ഹാൻഡ് വിൽക്കുന്നത് നമ്മൾ ആ കാർ എങ്ങനെ ഉപയോഗിച്ചു എന്നുള്ളതിനെ ആസ്പദമാക്കിയിട്ടിരിക്കും. സെക്കൻഡ് ഹാൻഡ് വിൽപ്പന ടോപ്പിക് ഇട്ട ആളെ ഇതാ ഇവര് ചോദിച്ചത് ലിസ്റ്റിനല്ല, അതാണ് ചോദിച്ചത്. പിടുത്തം കിട്ടിയോ? നമുക്ക് ഒരാളുടെ ഡേറ്റ് അത് നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതിനെ ആസ്പദമാക്കിയിട്ടാണ് അതിന് വീണ്ടും വില വരുന്നതും. ഇപ്പം റീ റിലീസ് വരുന്നില്ലേ പടങ്ങൾ വരുന്നുണ്ട്. സെക്കൻഡ് ഹാൻഡോ തേർഡ് ഹാൻഡോ ടിവിയിലും വന്ന് റേഡിയോയിലും വന്നിട്ട് തിരിച്ചു വന്നിട്ട് ആൾക്കാർ ഒന്നും കാണുന്നൊക്കെ കാണുന്നുണ്ട് പല പടങ്ങളും. അപ്പം അത് നമ്മൾ വണ്ടി മേടിച്ചു എന്നുള്ളതല്ല അതിനകത്ത് വിഷയം. ഞാൻ ലിസ്റ്റിനും അതിനെ 2 രീതിയിലാണ് പറഞ്ഞേക്കുന്നത്. എങ്ങനെ ഉപയോഗിച്ചു എന്നുള്ളതിനെ ആസ്പദമാക്കി അത് മാറി മാറിഞ്ഞൊക്കെ ഇരിക്കും. ലിസ്റ്റുമായിട്ട് സംസാരിച്ചു. പിന്നെ ലിസ്റ്റിന് ഇങ്ങനെ ഇച്ചിരി നമ്മളായിട്ട് വർത്തമാനം പറയുമ്പോൾ ഒപ്പം തമാശ പറയാനും കൗണ്ടർ അടിക്കാനൊക്കെ ഇഷ്ടമുള്ള താല്പര്യമുള്ള നല്ല നർമ്മബോധമുള്ള ഒരുത്തനാണല്ലോ. അപ്പം ലിസ്റ്റിനോട്ട് സംസാരിച്ചു. ലിസ്റ്റിന്റെ ഒരു കൗണ്ടറായിട്ടേ കൂട്ടിട്ടുള്ളൂ. ആ ലിസ്റ്റിനെ ഞാൻ പറഞ്ഞതിന് എന്തുമാത്രം അതേ അർത്ഥത്തിലല്ല ലിസ്റ്റിൻ പറഞ്ഞത്. 2 രീതിക്കാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ ലിസ്റ്റിനൊക്കെ ഇങ്ങനെ നമ്മളീ പറയുന്ന പോലെ നമ്മൾ 10 പേര് വട്ടം നിന്ന് ചോദ്യം ചോദിക്കുമ്പം എല്ലാ ചോദ്യത്തിനും വളരെ കൃത്യമായിട്ട് ഉത്തരം പറയുക എന്നൊക്കെ പറയുന്ന ഒരു സ്കില്ലുണ്ടല്ലോ, അതല്ല ടെൻഷൻ നിൽക്കില്ല എല്ലാവരും. പിന്നെ അവിടെ ഇരിക്കുന്ന മൊമെന്റിൽ അദ്ദേഹം അഡ്രസ് ചെയ്യുന്നത് വേറെ വലിയൊരു വിഷയം അല്ലെ. ഇങ്ങനെ എന്തോ പർപ്പസായിട്ട് ടാർഗറ്റ് ചെയ്ത് സംസാരിക്കുന്ന പോലെ തോന്നുന്നു അല്ലേ? അതാണ് ശീലം. ആളെ എത്ര പരിചയമുള്ളത് അല്ല. ഇനി ഒരു കാര്യം കൃത്യമായിട്ട് ചോദിക്കട്ടെ. സിനിമാ സമരം ഇപ്പൊ ഈ ചേട്ടൻ എന്ത് ചോദ്യം ചോദിച്ചാലും ഞങ്ങൾ 3-4 പേരുടെ ഈ അധികാരമൊന്നും ഇല്ലാത്തടത്തോളം കാലം ഞങ്ങൾ ഇവിടെ നിന്ന് കുറച്ച് പറഞ്ഞ് ആർക്കെങ്കിലും ഒരാൾ കയറി പോകാനുള്ള ഒരു ഭാഗ്യം കിട്ടും. ഇടയ്ക്കൊരു വിഷയം വന്നപ്പോഴേ ഇവിടെയുള്ള മേജർ താരങ്ങളൊന്നും പ്രതികരിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഭയങ്കര പരാതിയുണ്ട്. ഇതിനെപ്പറ്റി എന്തോ അഭിപ്രായം പറഞ്ഞു എന്റെ താഴെ വന്നിട്ട് അതിന് ഇവന്മാരാരൊക്കെ പിഷാരടീനെ ധ്യാനെ അജു വർഗീസിനെ മാറ്റിയാൽ തന്നെ സിനിമ പകുതി നന്നാവുന്ന ഇങ്ങനെ ഇരുന്ന് വലിയൊരു മിണ്ടണില്ല. പിന്നെ നിനക്ക് എന്താണ് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സൗകര്യം പോലെ പറയുന്നത് മേടിച്ചിട്ട് ഞാനൊന്നും മിണ്ടിയില്ലെന്നേ. പക്ഷെ നിന്റെ ഫസ്റ്റ് ഇട്ട് നിന്റെ പേരാ ഫസ്റ്റ് ധ്യാനെതിരെ ആദ്യം വന്നേക്കണം. ഏതെങ്കിലും സിനിമ കണ്ടത് എന്റെ ആയിരിക്കും. അല്ല, സമരത്തോട് യോജിക്കുന്നുണ്ടോ? എന്തോ പിഷാരടിക്ക് പൈസ കൊണ്ട് ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാം ഇല്ലേ? തീർച്ചയായിട്ടും ചെയ്യാം. അത് എതിർക്കുന്നത് ശരിയാണോ? അത് എതിർക്കാൻ പറ്റില്ലല്ലോ. അതിപ്പോ നമുക്ക് സഞ്ചാര സ്വാതന്ത്ര്യമുണ്ട്. സമരം വരുമ്പോ എങ്ങനെയാ ഹർത്താൽ ആചരിക്കുമ്പോൾ നമ്മളെങ്ങനെ നടക്കുന്നത്? നമ്മളെല്ലാരും കൂടെ അതിനോട് സഹകരിച്ചിട്ടും കുറച്ച് പേരല്ലാതെ ഒരുത്തം പോയവന് അങ്ങനെയൊക്കെയല്ലേ സമരങ്ങൾ എപ്പോഴും നടക്കുന്നത്. ഇതിൽ സമരം എന്ന് പറയുന്നത് ഒരു പണിമുടക്കാണ്. ഇത് ആര് ഇവനന്ന് ചോദിച്ചത്, ഇത് ആര് ആർക്കെതിരെ എന്തിനൊക്കെ ഉള്ള കാര്യങ്ങൾക്ക് അതിനു മുമ്പ് ഒരു പരിഹാരമായത് ഈ സമരമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഞാനിപ്പോഴും ബലമായി വിശ്വസിക്കുന്നത് സമരം ഉണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ്. അതിന് ജൂൺ വരെ സമയമുണ്ട്. അതിനു മുമ്പ് ഇവരെല്ലാം വട്ടം കൂടി ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറഞ്ഞ് ഈ പ്രശ്നം തീരും. അല്ല, സമരം തീർന്നോട്ടെ. ഞാൻ ചോദിക്കുന്നത് സമരം തീർന്നു, ഓക്കെ സമരം തീർന്നു, പക്ഷെ താരങ്ങൾക്ക് പ്രൊഡ്യൂസ് ചെയ്ത ആ സിനിമ തിയേറ്ററിൽ ഓടിക്കില്ല എന്നാണ് അവിടെ പറഞ്ഞത്. ലിസ്റ്റും കൃത്യമായിട്ട് പറഞ്ഞല്ലോ. അല്ല, അവിടെ 2 അഭിപ്രായമല്ലോ ഉള്ളത്. സുരേഷ് കുമാർ പറഞ്ഞു ഓടിക്കില്ല, പറയുന്നു ഓടിക്കില്ല. അങ്ങനെ തന്നെ പറഞ്ഞു. താരങ്ങൾ പ്രൊഡ്യൂസ് ചെയ്താൽ ആ സിനിമ ഞങ്ങൾ ഓടിക്കില്ല ഇന്ന് സുരേഷ് കുമാർ അവിടെ പറഞ്ഞു. ഓ, കേട്ടില്ല നിങ്ങൾ ആരും? ഞാനും കേട്ടില്ല. ഇനി കേട്ടാലും അതിനകത്ത് വലിയ അങ്ങനെ സാധിക്കില്ല, അങ്ങനെ പറയാൻ പറ്റില്ല. അതെങ്ങനെ പറ്റും? അതെനിക്ക് തോന്നുന്നില്ല അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന്. അദ്ദേഹം പറഞ്ഞ വാക്ക് അത് ഇത്രയും വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തി അങ്ങനെ പറയുമോ? അദ്ദേഹം അങ്ങനെ തന്നെ പറഞ്ഞു. അതൊക്കെ ഓടിക്കുകയും ചെയ്യും, ഒരു കുഴപ്പമുണ്ടാവില്ല. നല്ല സിനിമയാണെങ്കിൽ തിയേറ്റേഴ്സ് എടുക്കൂലേ? അപ്പൊ തിയേറ്ററുകാരും അതേയോടൊപ്പം ചേർന്ന് പറഞ്ഞു ഫിയോക്കിന്റെ പ്രശ്നം ഞങ്ങൾ ഓടിക്കില്ല. അങ്ങനെ ഓടിക്കാത്തൊരവസ്ഥ വരട്ടെ, അപ്പൊ പറയാം. അപ്പോഴേ പറയാൻ പറ്റുള്ളൂ. ആ തീരുമാനം ശരിയല്ല. അങ്ങനെ നമുക്കിപ്പോ ചേട്ടൻ ഈ ജോലി ചെയ്യരുതെന്ന് എനിക്ക് പറയാൻ പറ്റുമോ? പറ്റില്ല. സീമല്ലോ, ഒരു തൊഴിൽ മുടക്കാൻ. അതിനകത്ത് നമ്മളെ ഭരണഘടന സഹായിക്കും. ആര് വന്നാലും അതെന്റെ ഭരണഘടനാപരമായ അവകാശമാണ് എനിക്കത് ചെയ്യാന്നുള്ളത്. അതുകൊണ്ട് തന്നെ അത് പ്രാക്ടിക്കൽ അല്ല, ഒരിക്കലും അല്ല, ഒട്ടുമല്ല.
വിശ്വാസം അങ്ങനെ നിങ്ങളുടെ കൂടെ തന്നെ നിൽക്കട്ടെ. അതെ, അത്ര അത് വിശ്വാസം കോമൺ സെൻസ് അല്ലേ? അത് ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ പറയുമ്പോൾ അത് താരസംഘടന നിങ്ങളെല്ലാം ഞാൻ ഇതിന് മുന്നേ പറഞ്ഞു അങ്ങനെ അന്നത്തെ പറയുന്നത് അങ്ങനെ സുരേഷ് ചെയ്യാനൊന്നും അല്ല. ഇപ്പൊ അവന്റെ തലേന്ന് ചക്ക പോലത്തെ പേരെന്ന് പറഞ്ഞാൽ ചക്കയുടെ അത്രയുള്ള പേരും കൊണ്ട് ആരെങ്കിലും നടക്കുവാണോ? ഇത് പറയുമ്പോ പറഞ്ഞു പോയതായിരിക്കും. അന്നത്തെ അല്ലാതെ അങ്ങനെ അത് പറയുവോ? കുറച്ചൊരു ഇമോഷണൽ ഔട്ട്ബേസ്റ്റ് ആയിരുന്നു. തിയേറ്ററുകാരും കൂടെ സമ്മതിക്കണ്ടേ? ഒരുപാട് പേരുണ്ട് തിയേറ്റേഴ്സ് പിന്നെ ലോസിൽ ഓടുന്ന ആൾക്കാർ. സോ അവർക്കും നല്ല പടം കിട്ടിയ എന്തായാലും അതിപ്പോ നടൻ പ്രൊഡ്യൂസ് ചെയ്താണോ, പ്രൊഡ്യൂസർ ഐ മീൻ എക്സിസ്റ്റിംഗ് ആയിട്ടൊരു പ്രൊഡ്യൂസ് ചെയ്യുന്നതാണോ, അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റർ പുറത്തുനിന്ന് തന്നെ പ്രൊഡ്യൂസ് ചെയ്താണോ, ഇതൊന്നും ബേസിക്കലി ഇത് പ്രേക്ഷകരെ ബാധിക്കുന്ന കാര്യമാണോ? സിനിമ നമ്മൾ എടുക്കുന്നത് പ്രേക്ഷകർക്ക് കാണാനല്ലേ? അപ്പൊ പ്രേക്ഷകർക്ക് ഇത് ഇങ്ങനെ വന്നു. ഇപ്പൊ വിപ്രോ കമ്പനി ലാപ്ടോപ്പ് ഉണ്ടാക്കാൻ ഇത്രയും കഷ്ടപ്പെട്ടു എന്ന് അറിയേണ്ട കാര്യമുണ്ടോ? ലാപ്ടോപ്പ് വാങ്ങാൻ ചെല്ലുന്നവന് ഇല്ല. അസീം പ്രേംജിയുടെ വിഷമം അവൻ അറിയേണ്ട കാര്യമുണ്ടോ? ഉണ്ടോ? ഒരിക്കലും ഇല്ല. അപ്പൊ നീ ആദ്യം അതാരാന്നൊക്കെ പറഞ്ഞു കൊടുക്കും. അതുകൂടെ അത് ഒരിക്കലും നീ ഇല്ല. പെട്ടെന്ന് നീ ആരുടെ പ്രേംജി എന്ന് പറഞ്ഞാൽ പിറവി എന്നൊക്കെ ഇപ്പൊ പറയാം. ഇത് കൃത്യമായിട്ട് പറ. അപ്പൊ അതിന്റെ മുതലാളി ഞാൻ പറഞ്ഞ അപ്പം അത് കളിയാക്കിയിട്ട് അല്ല, അത് നിൽക്കുക, ഞാൻ കൂടെ വരാം. ഇതൊന്ന് ഇതൊരു ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലും കിട്ടുമെന്ന് ഓർത്തിരിക്കുമ്പോൾ നിങ്ങൾ സംസാരിക്കുന്ന പോലെ അല്ല. നിങ്ങൾ സംസാരിക്കുക ഇത് മൊത്തം വിശകലനം ചെയ്തിട്ടാണ് അജു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെ പിള്ളേളെ അല്ല, അജു വിശകലനം ഞാൻ ചെയ്താൽ ഇതിൽ ഇപ്പൊ സംസാരിക്കുന്നത്. ഞങ്ങളെന്നാ പോട്ടെ. അല്ല, ഞാൻ ഇതിൽ ഇപ്പൊ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇപ്പൊ അതുകൊണ്ട് തന്നെ അമ്മയുടെ ഒഫീഷ്യൽ വന്നു. അതുകൊണ്ട് പക്ഷെ ഞാൻ പറയുന്നത്, നമ്മൾ സിനിമ ആർക്ക് വേണ്ടി എടുക്കുന്നത്? ടിക്കറ്റ് എടുത്ത് വന്ന് കാണുന്ന ഓരോ പ്രേക്ഷകരെയും നമ്മൾ അവരുടെ മൂല്യത്തെ ഒട്ടും ചെറുതായി കാണുന്നില്ല. അവരുടെ രൂപയുടെ അവർ തരുന്ന കാശിൻ്റെ മൂല്യം. ഞങ്ങളൊക്കെ അതുകൊണ്ടാണ് ജീവിക്കുന്നത്. അപ്പം നമ്മൾ ഈ ഉള്ളിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അതത് സംഘടനയുടെ തലപ്പത്തുള്ളവർ ഒരു മുറിക്കകത്തിരുന്ന് ഇതിനൊരു പരിഹാരം വേഗം കാണണം എന്നാണ് ഇവിടെ ഇരിക്കുന്നത്. ഡാർവിൻ ചേട്ടൻ തൊട്ട് ഞാൻ വരെയുള്ള ഈ എല്ലാവർക്കും ഈ ഒരൊറ്റ അഭിപ്രായം. എന്റെ അഭിപ്രായം അറിയാമോ? ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ഇവിടെ ഇപ്പൊ ഇവിടെ വെച്ചാൽ ഞാനിപ്പോ നടന്നത് ചർച്ച അവസാനിപ്പിക്കും. ചർച്ച അതാണ് ഓസോൺ പാളിയിലെ തോളയെ കുറിച്ച് സംസാരിക്കുന്നതിനെ കുറിച്ച് അതിനാണ് എനിക്ക് അസീം പ്രേംജിയുടെ കാര്യം. ഓക്കെ, അതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം, വേറെ ചർച്ചയിലേക്ക് കൊണ്ടുവരാം. ചർച്ച ചെയ്യാം. ധ്യാനം സംബന്ധിച്ചോളം ഒന്നും വിഷയമില്ലാത്ത ഒരാളാണ്. അതെന്താ? സമരം വന്നാലും കുഴപ്പമില്ല, സമരം വന്നില്ലെങ്കിലും കുഴപ്പമില്ല, ഓടിയില്ലെങ്കിലും കുഴപ്പമില്ല. അല്ല, ഈ പറയുന്ന ഇവരെല്ലാം കുറെ എനിക്കാണ് ഏറ്റവും ബാധിക്കുന്നത്. അതെന്താ? ഇവര് പടമല്ലേ ഇവർക്ക് രണ്ടുപേർക്കും. അതുകൊണ്ട് ഇവർ രണ്ടുപേരും എന്തിരുന്ന് പറഞ്ഞോളും. എനിക്ക് ഇവരെ ഡെയിലി, എനിക്ക് സുരേഷ് അങ്കിളിനെ ആയിക്കോട്ടെ, ഇവരെയൊക്കെ ഞാൻ കാണേണ്ട ആൾക്കാരാണ്. ഇവർക്ക് പടമില്ല, ഞാനൊരു അക്ഷരം മിണ്ടാതിരിക്കുന്നതല്ലേ. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ സൈലന്റ് ആവുന്നത് അല്ലേ? സൈലന്റ് ആവേണ്ട കാര്യമൊന്നുമില്ല. എന്താ പറയാ എന്റെ വീട്ടിലൊരുത്തരായിരിക്കും. പക്ഷെ ഒരു കാര്യമുള്ളൂ, ഞങ്ങള് തുള ഇട്ടിട്ടുണ്ടെങ്കിൽ കപ്പൽ അകപ്പാടെ മുങ്ങുള്ളൂ. നീ മാത്രം ഇവിടെ നിന്ന് പോയില്ല, മൊത്തത്തിൽ മുക്കും ഞങ്ങൾ. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.